ഹായ് ഫ്രണ്ട്സ്, എൻഗേജ്മെൻറ്റ് വീട്ടിലെ തലേന്ന് ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ആയിട്ടോ ഇത്. അമ്മുവിൻ്റെ വീട്ടിൽ അടിപൊളിയായിരുന്നു. 10-25 പേര് കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൻ ഫ്രൈ ആയിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ച ഒരു റെസിപ്പി ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 3.5 കിലോ കോഴിയുണ്ട്, 3.5 കിലോ 4 കിലോ ഇറച്ചി മാത്രമായിട്ട് കഴുകി വാരി വെള്ളം പോകാൻ വെച്ച പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് അറിവുകളായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യണ പോലെയല്ല നിങ്ങൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്, അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യണില്ല, ഒരു കെമിക്കലും ആഡ് ചെയ്യണില്ല, എല്ലാം നാച്ചുറലാണ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ. അതും ഇതിപ്പോൾ 3-4 കിലോ ഉണ്ട്. നിങ്ങൾക്ക് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ തൂക്കം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതേ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തത് കുറച്ചൊരു 2 ടേബിൾ സ്പൂണത്തോളം തൈര്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മൈദയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അന്ന് എല്ലാ കറിയും വെച്ചാൽ അടിപൊളി ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. പിന്നെ എരിവുള്ള മുളക് പൊടിയായിരുന്നു. ഞങ്ങൾക്ക് വറുത്ത് വെച്ചിട്ട് പിള്ളേരെ സൂക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വറുത്ത് വയ്ക്കും അവരെടുത്തുകൊണ്ട് പോകും, വറുത്ത് വയ്ക്കും അവരെടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇതേ കുറച്ച് ഉപ്പ്, നമ്മുടെ ആവശ്യത്തിന് ചിക്കൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള ഉപ്പ്. ഞങ്ങൾ 4 കിലോ ചിക്കനായിരുന്നു, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നല്ലോണം ഇറച്ചിയിൽ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റോളം അവളുടെ കൈയൊക്കെ ഇങ്ങനെ നീറണ വരെയും നല്ലോണം തേച്ച് പിടിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഭയങ്കര എരിച്ചിലായിരുന്നു. പിന്നെ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടായിരുന്നു കൈ ശരിയായത്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇറച്ചിൻ്റെ ഉള്ളിലൊക്കെ എരിവും പുളിയും പിന്നെ എന്തോന്നാ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ നാത്തൂൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റാണ്. അവൾക്കൊരു അതെങ്ങനെ പറയാം, എല്ലാത്തിലും ഒരു കറക്റ്റാണ്. നമ്മൾ ചെല്ലണ സമയത്തല്ല തലേന്നായിരിക്കും എല്ലാ കാര്യം അന്വേഷിക്കുക. അവൾ അങ്ങനെയല്ല, അതിന് മുന്നേ എല്ലാ കാര്യം പെർഫെക്റ്റായിട്ട് ഒരു എല്ലാം ചെയ്യുന്ന ഒരു നാത്തൂനാട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ വറുക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ.